ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് അതിലക്കിൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്നങ്ങനെ ഐ.ടി. എഫക്റ്റ്, H1B വിസ ഇമ്പാക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോളാണ്. നിഫ്റ്റി ഇന്ന് ഉണ്ടാക്കിയ ഏകദേശം ഒരു 124 പോയിൻറ്റിൻ്റെ ഫോള്. പക്ഷേ ഏകദേശം 1 ലക്ഷം കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് ഈ ഐ.ടി. സെക്ടറിൻ്റെ ഇന്നത്തെ ഫോളോട് കൂടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായി പോയിട്ടുള്ളത്. ഇതിൽ 0.5% കോൺട്രിബ്യൂട്ട് ചെയ്തത് TCS ആണ്. TCS മാത്രം ഏകദേശം 34,000 കോടി മാർക്കറ്റ് ക്യാപ്പാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് ഫോളോ ആയത്. 3% ഇടിവ്. TCSും മാറ്റി നിർത്തിയാൽ ഇൻഫോസിസ് 17,000 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഫോളായി 2.5% ഒരു ഫോളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ടോപ്പ് ലൂസേഴ്സിനെ നമുക്ക് ആദ്യം കാണാം. ടോപ്പ് ലൂസേഴ്സിൽ ഒട്ടുമിക്ക കമ്പനീസും IT ആണ്. ടെക്കം, TCS, ഇൻഫോസിസ്, വിപ്രോ, സിപ്ല ഫാർമ, മറ്റുള്ള എല്ലാ കമ്പനീസും IT സെക്ടറിൽ നിന്നാണ്. ഇന്ന് അദാനി സ്റ്റോക്കുകൾ ഗംഭീര റാലിയായിരുന്നു. അദാനി എൻ്റർപ്രൈസസ് 4.18%, ബജാജ് ഓട്ടോയും മെറ്റേണലും അദാനി പോർട്ടും ബജാജ് ഫിനാൻസും റാലി രേഖപ്പെടുത്തി. അദാനി കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ഇതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഏകദേശം ഒരു 0.66% ഒരു ഫോൾ കണ്ടു. മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റും അത്ര പോസിറ്റീവ് അല്ല. ഇന്ത്യ ഫിക്സ് ഇന്ന് ഏകദേശം ഒരു 6% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി 10.5. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ 138 പോയിൻറ്റ് ഇടിവിലാണ്. ജപ്പാനും കൊറിയയും ചൈനയും ഓസ്ട്രേലിയയും എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ബിറ്റ്കോയിൻ 2,600 പോയിൻറ്റ് ഇടിയുകയും ഏറ്റവും ടോപ്പിൽ നിന്ന് ഗോൾഡ് $42 അഥവാ 1.14% റാലി രേഖപ്പെടുത്തി ഗോൾഡ് 3,727 എന്ന റേഞ്ചിലാണ് ഉള്ളത്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നാളെയാണ് എക്സ്പയറി. 25,200 നിഫ്റ്റിയുടെ സ്പോട്ട്. PCR ഏറ്റവും ടോപ്പിൽ 0.6 ആണ്. കൂടുതൽ കോൾ റേറ്റിംഗ് ആണ് ഉള്ളത്. നിഫ്റ്റി സ്പോട്ട് 25,200 നിൽക്കുമ്പോൾ 25,300 500 റേഞ്ചുകളിൽ ഹ്യൂജ് കോൾ അഡീഷൻ ഉണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ കൊച്ചി ഓഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഉൾപ്പെടെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കിലെ ന്യൂസ് ആദ്യം നെസ്ലെയാണ്. നെസ്ലെ GST റേറ്റ് കട്ട് എല്ലാം തന്നെ ബെനിഫിറ്റ് കൺസ്യൂമേഴ്സിന് ഇന്ന് മുതൽ ലഭ്യമാകും. ഇൻഷുറൻസ് മേഖലയിൽ HDFC ലൈഫും LIC ഉൾപ്പെടെയുള്ള കമ്പനീസിന് JP മോർഗൻ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. M&Mനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് അനീഷ് ഷാ, ഈ M&Mൻ്റെ CEO MD, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ആഫ്രിക്ക, ഓസ്ട്രേലിയ, ചിലി ഇവിടങ്ങളിലേക്ക് ഇവരുടെ കാറുകളുടെ എക്സ്പോർട്ട് ഉടനെ ആരംഭിക്കുമെന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു മൈനിങ് ലീസിങ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 20 വർഷത്തേക്കുള്ള ആണ് ഈ ലീസിങ് ഓർഡറിൻ്റെ വാലിഡിറ്റി. ടെംകെൻ ഇന്ത്യ സൺസ്ട്രീം റിന്യൂവബിളിൻ്റെ 26% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. JK ലക്ഷ്മി സിമെൻറ്റ് അവരുടെ സൂറത്തിലുള്ള പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അദാനി ഗ്രീൻ, അദാനി എക്കോജനൻ എന്ന ഒരു പുതിയ സബ്സിഡറി കമ്പനി ഫോം ചെയ്തു. JBM ഓട്ടോ കമ്പനി, ഹബ്റ്റൂർ മോട്ടേഴ്സ് ദുബായിലുള്ള കമ്പനിയാണ്, ഇവരായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. കെഫിൻ ടെക് കമ്പനി, ഇവർ ജനറൽ അറ്റ്ലാന്റിക് ഈ ഒരു കെഫിൻ ടെക്കിൻ്റെ 10% സ്റ്റേക്ക് സെല്ല് ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 5% ഫോളിന് കാരണം അതാണ്. ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 2 സോളാർ പ്രൊജക്റ്റ് ലഭിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഈ ഫോർമർ അമേരിക്കൻ ബാങ്ക് ഓഫ് അമേരിക്കയുടെ CFO വിരാൽ ഡമാനിയ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിയമിതനായി. കാമത്ത് ഹോട്ടൽ ഹൈദരാബാദിൽ 117 റൂമുള്ള 2 ഹോട്ടൽ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി AU ഫിൻ ബാങ്കായിട്ട് 3 വർഷത്തെ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. അദാനി പവർ കമ്പനി, SBI ഫണ്ട് JKG പാർട്ണർ സെല്ല് ചെയ്ത സ്റ്റേക്ക് SBI ഫണ്ട് അക്യൂർ ചെയ്തു. ഹുണ്ടായി മോട്ടേഴ്സിൻ്റെ സീനിയർ മാനേജർ റിസൈൻ ചെയ്തു. MCX PFRDA ഈ സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിന് വേണ്ടി എലിജിബിൾ ആക്കുന്നുണ്ട്. ഓൺ മൊബൈൽ കമ്പനി, ഇവർ ശ്രീലങ്കയിലുള്ള ഡയലോഗ് PLC എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്തു. ഹൈടെക് പൈപ്പ് കമ്പനി, CSO കജാരിയിൽ നിന്ന് വന്ന CSO ഹൈടെക് പൈപ്പിൽ നിയമിതനായി. സർവേശ്വർ ഫുഡ്സ് കമ്പനിക്ക് 2 ഓർഡേഴ്സ് സിംഗപ്പൂരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ IT കമ്പനീസിൻ്റെ ഒരു ഫിയറാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ആ ഒരു ഫിയർ ഇന്ത്യൻ IT കമ്പനീസിന് മാത്രമല്ല ഉള്ളത്, US IT കമ്പനീസിനും ഉണ്ട്.
യു എസിൽ ഒട്ടുമിക്ക വർക്കും എല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ H1B വിസ അത് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ഷ്രിമ്പ് എക്സ്പോർട്ടിന് പുതിയ ഒരു നിയമം USA പാസ്സാക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായ സമയത്ത് നമ്മുടെ ഷ്രിമ്പ് എക്സ്പോർട്ട് ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഷ്രിമ്പെല്ലാം തന്നെ US കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇത്ര നാളത്തെ ഒരു US താരിഫ് കേരളത്തിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ ബിസിനസ്സിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. കിറ്റക്സ് ഉൾപ്പെടെയുള്ള കമ്പനീസ് അവരുടെ സെയിൽസിന് 80% USA ആണ്. കിറ്റക്സിനെ വലിയ തോതിൽ ബാധിച്ചു. അതിനുശേഷം ഉള്ള ഒരു വലിയ കേരളത്തിന് മാത്രം കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷ്രിമ്പ്. അപ്പോൾ അതിനെ ഇനി ബാധിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് ഉള്ളത്. USA റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഒരു വലിയ ഈസി ആയിട്ട് ഇപ്പോൾ 25,000 റേഞ്ച് എത്തി. അതിനുശേഷം വളരെ ഈസി ആയിട്ട് നിഫ്റ്റിക്ക് നമ്മുടെ പഴയ 26,300 എത്തക്കത്തക്ക ഒരു സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് നമ്മളുടെ റിസൾട്ടുകൾ. ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് ഒക്ടോബർ 9 തുടങ്ങിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ സെപ്റ്റംബർ 22 ആയിട്ടുണ്ട്. അതായത് ഒരു 2 ആഴ്ചക്കകം ഇന്ത്യൻ IT കമ്പനീസിൻ്റെ റിസൾട്ട് വരാണ്. Q2 റിസൾട്ട്. ഇപ്പോൾ Q2 റിസൾട്ട് ഫലങ്ങൾ ഇയർ ഓൺ ഇയറൊക്കെയും ക്വാർട്ടർ ടു ക്വാർട്ടറൊക്കെ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റേഞ്ചിലേക്ക് വരികയാണെങ്കിലാണ് നിഫ്റ്റിക്ക് പഴയ ആ ഒരു 26,300 അല്ലെങ്കിൽ ഒരു പഴയ പ്രതാപത്തിലേക്ക് നിഫ്റ്റി എത്താനായിട്ട് പറ്റുക. അപ്പോൾ അതിന് ആദ്യ സെക്ഷനിലുള്ള കമ്പനീസാണ് TCS ഉൾപ്പെടെയുള്ള കമ്പനീസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു US അസെഞ്ചർ എന്ന് പറയുന്ന IT കമ്പനീസ് മികച്ച ഒരു റവന്യൂ ഫോർകാസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ US നിന്ന് റേറ്റ് കട്ട് ജെറോം പൗൽ പ്രഖ്യാപിച്ചു. ഈ ഒരു ഇയർ 2 റേറ്റ് കട്ട് ഉണ്ടാകുമെന്നൊക്കെയാണ് US നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ. പക്ഷേ അത് US മാർക്കറ്റിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഡെലിവറി ചെയ്യണമെങ്കിൽ നമ്മളുടെ താരിഫിന് ഒരു അന്ത്യം ഉണ്ടാകണം. ഒരു നല്ല ഒരു ഫോർമുല ഉണ്ടായേ തീരുള്ളൂ. വരും നാളുകളിൽ നമുക്ക് നല്ല വാർത്തകൾ കേൾക്കാം. താങ്ക് യു.